കിടന്നുറങ്ങാൻ നോക്കും. രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ മിനിമം ഉറക്കം വരുന്നില്ല. മമ്മിയും ഡാഡിയും കിടക്കാൻ പോവാ. കിടക്കുമോളെ ഡാഡിയുടെ പൊന്നുമോളല്ലേ? നല്ല മോളെ. നല്ല കുട്ടി. മോടെ മാത്രം മമ്മിയല്ല, ഡാഡിയുടെ മമ്മിയാ. അയ്യോ, ഡാഡിയുടെ മമ്മി മരിച്ചുപോയില്ലേ? ഡാഡി അത് മറന്നുപോയി മോളെ. മോൾക്ക് തണുക്കണുണ്ടോ? ഡാഡിക്ക് ഭയങ്കര തണുപ്പ്. എന്നെ ഡാഡി മോളെ കെട്ടിപ്പിടിച്ചോ? മമ്മിയെ മോള് കെട്ടിപ്പിടിച്ചോളാം. അപ്പൊ ആർക്കും തണുക്കില്ല അല്ലേ മമ്മി? മോളെ, മമ്മിയുണ്ടല്ലോ, മമ്മി ഉറക്കത്തിൽ പിച്ചും പേയും പറയുന്നു. ഡാഡി വിളിച്ചുണർത്തിയതാ. ഞാൻ കേട്ടില്ലല്ലോ. മോൻ ഉറങ്ങിപ്പോയി കാണും. ഞാൻ ക്ലാസ്സിലെ കൊച്ചുമോന്റെ ചുവന്ന പെൻസിലോർത്ത് കിടക്കുമായിരുന്നു. പെൻസിലോർക്കാൻ കൊണ്ടൊരു സമയം. അവളവിടെ കിടന്നിട്ട് വേണ്ടേ? എന്താ അമ്മി? ഒന്നുമില്ല മോളെ. അല്ല, പിന്നെ അബ്ദുക്കെ കാണുന്നില്ലല്ലോ. കേസ് വിളിക്കുന്നതിന് മുമ്പ് അയാൾക്ക് എത്തുന്നേ. അതിനെപ്പറ്റി പേടിക്കാനില്ല. 15 നമ്മുടെ എറണാകുളത്തെ കപ്പൽ പോയ കേസ്, 16 നമ്മളെ കോട്ടയത്തെ കൊലക്കേസ്, 17 കല്യാണ കേസ്, ഇങ്ങനെ എല്ലാ കേസും കൂടി നമ്മൾ എന്ത് ചെയ്യണം? വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പൊ സമയം 11:30 മണിക്കല്ലേ കേസ്? ഇനി 1/2 മണിക്കൂറുണ്ടല്ലോ. വാസു, ധന്യമായല്ലോ. ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ അത് കാണുന്ന നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടാമോ? അയ്യോ, ഇന്നാണ് എന്റെ കേസ്. അതിനല്ലോ സമയമില്ലെങ്കിൽ എന്നെ കൂടെ കെട്ടിയെടുത്ത്. അബ്ദു, നാളെ എന്റെ അതിർത്തി കേസ്. വരാൻ വഴിയില്ല. എന്താ നാളെ എനിക്ക് കൊല്ലത്താകെ. അബ്ദു വന്നില്ലെങ്കിൽ കേസ് തള്ളിപ്പോവും. ഞാൻ ഒരാളുണ്ട്, എല്ലായിടത്തും കൂടെ ഒരേ സമയത്ത് ഓടിയെത്താൻ പറ്റുമോ? ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞേക്കണ ഇല്ല, എല്ലാം കൂടെ ക്ലാഷ് ആവും. നാളെ ആണെങ്കിൽ ആ കൊല്ലത്തെ ചാക്കോമറാരുടെ കൊലപാതക കേസാ. നല്ല കാശ് കിട്ടുന്ന പാർട്ടിയാ. ഇന്നത്തെ കേസ് എന്താ? മറിയാമ്മച്ചേട്ട വയലിലേക്ക് കറപ്പുരയ്ക്ക് അന്തോണി മാപ്പിള. ഓ, വെള്ളം വിട്ട കേസ്. ഇതാണ് നമ്മുടെ അന്തോണി മാപ്പിള. അന്തോണി മാപ്പിള സത്യത്യം അറിയാമ്മച്ചേട്ടയുടെ വയലിലേക്ക് വെള്ളം വിട്ടതാണോ? വിട്ടതാ. അതെ, അത് വിട്ടില്ല എന്ന് ഞാൻ പറയണം. മതി, ധൈര്യമായിട്ട് വന്നു. കാര്യം ഞാൻ ഇരുവാസം കാശ് വാങ്ങിച്ചു. അന്തോണി മാപ്പിള ഒന്ന് ധൈര്യമായി നിന്ന്. ഈ പോകുന്നത് ആരെന്നാ വിചാരം? ആ കേരള അബ്ദു ഇന്ന് വരെ സാക്ഷി വന്നിട്ടുള്ള ഒരൊറ്റ കേസും തോറ്റിട്ടില്ല. പിന്നെ ആ നിസാരം വെള്ളം വിട്ട കേസ്. നമസ്കാരം ചേരുള്ള ഒരു സേട്ട് ഞാൻ ഇല്ല. എന്നാ ഒരു വീട് അതുമില്ല. അപ്പോ മിനിഞ്ഞാത്ത കേസ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി. അബ്ദു, വ്യാഴാഴ്ച രാവിലെ എന്റെ വീട്ടിലോട്ട് ജീപ്പ് അയക്കാൻ ഇൻസ്റ്റഗ്രാമിനോട് പറയണം. അല്ലെങ്കിൽ അബ്ദുവിനെ കിട്ടുകയല്ലേ. നമസ്കാരം. മറിയാമ്മച്ചെടുത്തൊരു കേസ് സാറിനാണോ? അതെ. കഷ്ടമായി പോയല്ലോ. അബ്ദു ആണ് എതിർസാക്ഷി പറയുന്നെന്ന് തോന്നുന്നു. എന്നാ കേസ് ഇരിക്കുന്ന കാര്യം വക്കീൽ സാറേ,
എന്നാൽ ഒരു കൈ നോക്കാം. വരും. അള്ളാഹു സാക്ഷിയായി കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താണ് നിങ്ങളുടെ പേര്? അബ്ദു. നിങ്ങളുടെ ശരിയായ പേരാണോ ഇത്? എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാരും എന്നെ അബ്ദു എന്നാ വിളിക്കുന്നത്. അപ്പൊ അതായിരിക്കില്ല എന്റെ ശരിയായ പേര്. ഈ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറിയുമോ? അറിയുമോന്നോ? ഇത് നമ്മുടെ മറിയാമ്മച്ചേടത്തി ഇല്ലയോ? നമ്മുടെ മറിയാമ്മയോ? നമ്മുടെ മറിയാമ്മച്ചേടത്തി എന്ന് പറഞ്ഞാൽ അറപ്പുരിക്കൽ അന്തോണി ഭാര്യ മറിയം എന്ന് പറയുന്ന മറിയാമ്മ. മറിയാമ്മയുടെ വയലിലേക്ക് അറപ്പുരയ്ക്കൽ അന്തോണി തന്റെ പറമ്പിൽ കെട്ടി നിർത്തിയിരുന്ന അഴുക്കുവെള്ളം പൊട്ടിച്ചു വിട്ടത് നിങ്ങൾ കണ്ടതാണ്? അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അങ്ങനെയുള്ള ഒരാളല്ല അന്തോണിച്ചേട്ടൻ. സത്യസന്ധനും ദൈവവിശ്വാസിയുമായ ഒരു സത്യക്രിസ്ത്യാനി അന്തോണിച്ചേട്ടൻ. ചേട്ടൻ ചേട്ടത്തി എന്നുള്ള ബഹുമാന പദങ്ങളൊന്നും തന്നെ ഇവിടെ ഉപയോഗിക്കണ്ട. പ്രായക്കൂടലുള്ളവരെ കയറി പേര് വിളിക്കാൻ എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. മറിയാമ്മയ്ക്കെതിരെ കള്ളസാക്ഷി പറയാൻ അന്തോണി നിങ്ങൾക്ക് എത്ര രൂപ തന്നു? യുവർ ഓണർ, ഐ ഒബ്ജെക്ട്. കേസിനാസ്പദമായ ചോദ്യങ്ങളല്ല വാദിവാദം വക്കീൽ ചോദിക്കുന്നത്. യുവർ ഓണർ, കേസിന്റെ തെളിവുകൾക്കാസ്പദമായ ഒരു ചോദ്യമാണിത്. യെസ്, യു കൻ പ്രൊസീഡ്. ഈ സംഭവം നടന്നിട്ട് എത്ര നാളായി കാണും? ഏത് സംഭവം? അങ്ങനെ സംഭവം നടന്നിട്ടില്ലല്ലോ. മറിയാമ്മയും അന്തോണിയും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. യെസ്. അവർ തമ്മിൽ വഴക്ക് കൂടുന്നത് നിങ്ങൾ എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ നിങ്ങൾ കാണാഞ്ഞത്? അങ്ങനെ സംഭവിച്ചിട്ട് വേണ്ടേ കാണാൻ? മറിയാമ്മയും അന്തോണിയും തമ്മിൽ സ്നേഹപൂർവ്വം സംസാരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ധാരാളം പ്രാവശ്യം. എങ്ങനെ കണ്ടു? സ്നേഹമായിട്ട് സംസാരിക്കുന്നവരുടെ മുഖം കണ്ട അറിഞ്ഞൂടെ? അങ്ങനെ സംസാരിച്ചൊരു തീയതി നിങ്ങൾക്ക് പറയാമോ? 1982 ഓഗസ്റ്റ് 15. സംഭവം നടന്ന് ഇത്രയും നാളായല്ലോ. നിങ്ങളിത് കൃത്യമായി ഓർമ്മിക്കാൻ കാരണം? മറക്കായിരുന്നോണ്ട്. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഇതെന്തൊരു ചോദ്യമാ സാറേ? ആഗസ്റ്റ് 15 ഓർക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അന്നല്ലയോ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സാറിന് അറിയത്തില്ലേ? That's all, Your Honor. അബ്ദു കതറി കളഞ്ഞല്ലോ. ഇതിലും വലിയ വമ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടോ വാസുവേ? അന്തോണി മാത്രം ഒന്ന് അടങ്ങൂ. മറിയാമ്മ വെള്ളം കുടിക്കാൻ പോണതല്ലേ ഉണ്ട്. കേസ് അടുത്ത മാസം 14-ാം തീയതി. അപ്പൊ നമുക്കൊന്ന് പിരിയേറ്റ് പോയേക്കാം. അബ്ദുവിന് കള്ള് ഹറാമാണ്. അബ്ദു കള്ളു കുടിക്കത്തില്ല. പിന്നെ അന്തോണി മാപ്പിളയ്ക്ക് നിർബന്ധമാണെങ്കിൽ അതിന്റെ വില കാശായിട്ട് ഞാൻ അന്നേരം ഒരു 36 രൂപ. എണ്ണ ഇവിടെ കൂടുതലാ. 37. അപ്പൊ 37. അപ്പൊ എനിക്ക് കൂടി ഉള്ളത് കൊണ്ടുവരാം. Man can experience real and lasting happiness only when he realizes the true nature of his life. Because of his ignorance, he, the immortal spirit, identifies himself with his perishable body. This gives rise to the feeling of I and mine, which is the significance of all the happiness. It is a known fact that the individual enjoys millions, though he is not aware of it while being in the state. The body ceases to function beyond the limits of inconsistency, neither to cease. The mind and the intellect also constitute നീ മിണ്ടല്ലേ അവളിത് ഇങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ട്. എടാ അവള് നോക്കുന്നുണ്ടാ. കൊടുക്കണ ഒരു ഫ്ലൈങ് കിസ്. എടാ തിരിച്ചു കിട്ടിയടാ. നീ പ്ലാനിൽ അവളെ ഇങ്ങോട്ട് വിളിക്ക്. വരാൻ പറ്റില്ലെന്ന്. പറ്റില്ലേ? ഇവിടെ ആരുമില്ലെന്ന് പറയാ. അവിടെ അമ്മക്കാളി വീട്ടിലുണ്ടത്രേ. നാളെ വരാൻ പറ്റുമെന്ന് ചോദിച്ചേ. അയ്യോ അമ്മ. ഓ, നശിച്ച തള്ളക്ക് വിളിക്കാൻ കേട്ട നേരം. അല്ലല്ലയാ, നാളെ അവളിങ്ങോട്ട് വന്ന നിന്റെ കാര്യം എന്ത് ചെയ്യും? അതിനല്ലടാ പണി. നീ അവിടെ ഇരി.
നീ പ്ലാനിൽ പാർട്ടിയെ വിളിച്ചകത്തേറ്റ് ക്ലൈമാക്സ് ആകുമ്പോൾ സാർ വരുന്നു. അബദ്ധം പറ്റി വന്നതുപോലെ സാർ തിരിച്ചും പോകുന്നു. ഇത് വെച്ച് വേണം നീ കളിക്കാൻ. എവിടെ? വെരി ഗുഡ് ഐഡിയ. കൊറേ കൈ കുഴപ്പമായല്ലോ. അവൻ ഇനി എല്ലാവരോടും പറഞ്ഞു നടക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എന്റെ വീട്ടിൽ അറിയുന്ന പോട്ടെ, പക്ഷെ അവൻ എല്ലാവരോടും പറഞ്ഞു നടക്കും. ഇനി ഒരൊറ്റ വഴിയുള്ളൂ, അവനെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ഇപ്പൊ അവൻ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ലോകം മുഴുവനും അറിയും. എന്ത് പറയുന്നു? ഒന്നും പേടിക്കാനില്ല, അവൻ എന്റെ സ്വന്തം ആളാണ്. നീ എന്താണ് ഈ കോളത്തില്? ഉണ്ടല്ലയാ, അടുത്ത വീട്ടിലെ പെണ്ണകത്തുണ്ട്. എന്തിനാടാ ഈ പാവക്ക് ഒരു തല വെക്കുന്നത്? ഇനി പോടെ, ഇത് മഹാത്മാഗാന്ധി. ആ, ഞാൻ പോയ അളിയ എല്ലാം ശരിയായിട്ടുണ്ട്. കൊടലയാക്കായി. ഇവനെന്താടാ ഉപ്പ് സത്യമായിട്ട് തോറ്റമായി നിൽക്കുന്നത്? എന്തിനാടാ പാവപ്പെട്ട പെൺപിള്ളാരെയൊക്കെ? അയൽപക്കമാണ്. ചുമ്മാ പോടാ. പെണ്ണെന്ന് പറഞ്ഞാൽ പൂജിക്കാനാണ് എന്റെ വിചാരം. അതിനാണ് അവിടെ ദൈവങ്ങളുള്ളത്. ആ, അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോ അറിയും. അന്നാ സാർ ഒരു കാര്യം ചെയ്യും, ആ മോളത്തെ മുറി പോയിരുന്നു ചൊറിയ. കുറെ കഴിയുമ്പോ അറിയാം ആരാ കുത്തിരുന്ന് ചൊറിയാൻ പോണെന്ന്. ആ, ചൊറിയുമ്പോ വിളിക്കാം. നീ എന്താ നോക്കിക്കണേ? വേഗം പോടാ, സമയങ്ങളാണ്. ഒരു മൊത്തം റിലാക്സേഷൻ. ഹാപ്പി ഡേ.